എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 15-ാം ദശകത്തിലെ 3-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ. പ്രകൃതിഗതഗുണൗഘൈർനാജ്യതേ പൂരുഷോയം യദിതു സജതി തസ്യാം തൽഗുണാസ്തം ഭജേരൻ മദനുഭജന തത്വാലോചനൈ സാപ്യപേയാത് കപിലതനുരിതിത്വം ദേവഹൂത്യൈ ന്യഗാദി. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. പ്രകൃതി ഗതഗുണൗഘൈർനാജ്യതേ പൂരുഷോയം. പ്രകൃതിഗതഗുണൗഘൈ ന ആജ്യതേ. പ്രകൃതിയുടെ ജനന മരണാദിധർമ്മങ്ങളൊന്നും അല്ലെങ്കിൽ ഈ വക ഗുണങ്ങളൊന്നും ഇഴുകിപ്പിടിക്കുന്നില്ല. ആരെ? അയം പൂരുഷ, ഈ പുരുഷനിൽ, അതായത് ജീവനിൽ. യദിതു സജതി തസ്യാം തദ്ഗുണാസ്തം ഭജേരൻ. തസ്യാം യദിതു സജതി. ഇനി ആ പ്രകൃതിയുടെ നേർക്ക് പുരുഷൻ അല്ലെങ്കിൽ ജീവൻ ആസക്തി കാണിക്കുന്നുവെങ്കിലോ? തദ്ഗുണ തം ഭജേരൻ. പ്രകൃതി ഗുണങ്ങൾ ആ ജീവനെ പ്രാപിച്ചിരിക്കും. മദനുഭജന തത്വാലോചനൈ സാപ്യപേയാത്. മദനുഭജന തത്വാലോചനൈ, എന്നെ ഭജിക്കുക, എൻ്റെ തത്വങ്ങൾ ആലോചിക്കുക. സാ അപി അപേയാത്, എന്നിവ കൊണ്ടാണ് ആ പ്രകൃതിയും ഒഴിഞ്ഞു മാറുന്നത്. ഇനി വരുന്ന 4-ാമത്തെ വരി, അതായത് കപിലതനുരിതിത്വം ദേവഹൂത്യൈ ന്യഗാദി. ഈ ദശകത്തിൽ 8 ശ്ലോകങ്ങളിലെയും അവസാനത്തെ വരി ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. അതായത് ഇതി കപിലതനുത്വം, ഇപ്രകാരം കപിലസ്വരൂപനായ അങ്ങ് ദേവഹൂത്യൈ ന്യഗാദി, ദേവഹൂതിയോട് അരുളി ചെയ്തു. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? പരിശുദ്ധമായ ആത്മാവ് പ്രകൃതിയിലും അതിനോട് ബന്ധപ്പെട്ട ധർമ്മങ്ങളിലും മുഴുകുന്നില്ല. അവയോട് ബന്ധപ്പെടുന്ന പുരുഷനെ അവയും ബാധിക്കും. ഈശ്വരസ്മരണ, തത്വാലോചന എന്നിവയാൽ ആ ബന്ധങ്ങൾ അകന്നു പോവുകയും ചെയ്യും എന്ന് കപിലൻ്റെ രൂപം ധരിച്ച അങ്ങ് ദേവഹൂതിയെ ഉപദേശിച്ചു. ഈ ശ്ലോകം ഭാഗവതം 3-ാം സ്കന്ധത്തിലെ 27-ാമത്തെ അധ്യായത്തെയാണ് കാണിക്കുന്നത്. മാത്രമല്ല ഈ അധ്യായത്തിൽ ഭഗവാൻ പല സ്ഥലങ്ങളിലും ഭഗവാൻ എന്ന് പറയുന്നതിനു പകരം ഞാൻ എന്ന് ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഭഗവാന്റെ അവതാരം തന്നെയാണ് കപിലസ്വരൂപനായ കപില ഭഗവാൻ. മാത്രമല്ല ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ നമ്മളോട് പറയുന്നത്, കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞില്ലേ 25-ാമതായി ഒരു പുരുഷൻ അല്ലെങ്കിൽ ജീവൻ, ആത്മാവ് ഉണ്ട് എന്ന്. ആ പുരുഷന് പ്രകൃതിക്കുള്ള സത്വരജ തമസ്സുകളോട്, ജനന മരണങ്ങളോട്, സുഖദുഃഖാദികളോട് ഒന്നും ബന്ധമില്ല. ഈ പ്രകൃതിയിൽ ആസക്തി ഉണ്ടെങ്കിൽ ആ ഭ്രമം മൂലം പ്രകൃതി ധർമ്മങ്ങളെല്ലാം തൻ്റെ ധർമ്മങ്ങളാണെന്ന് പുരുഷന് തോന്നും. അപ്പോൾ പിന്നെ ഇതിൽ നിന്നെല്ലാം വിട്ടുമാറാൻ എന്താ ചെയ്യേണ്ടത്? അതാണ് ഇവിടെ പറഞ്ഞത് മദനുഭജന തത്വാലോചനൈ എന്ന്. എന്നെ ഭജിക്കുക, എൻ്റെ തത്വങ്ങളെക്കുറിച്ച് ആലോചിച്ച് അറിയുക. അപ്പോൾ മായ പുരുഷനെ വിട്ടുമാറും. അല്ല, പുരുഷൻ പ്രകൃതിയെ അങ്ങോട്ട് ചേർത്ത് പിടിക്കുകയാണെങ്കിൽ പുരുഷൻ ഇങ്ങോട്ടും ചേർത്ത് പിടിക്കും. ഇനി ആസക്തി കാണിക്കുന്നില്ലെങ്കിലോ, ഈശ്വരനിൽ മാത്രമേ ആസക്തിയുള്ളൂ എങ്കിലോ ഈ പ്രകൃതി ബന്ധം എല്ലാം നമ്മളോട് വേർപെടും. ഇത് വളരെ ലളിതമായി പറയണമെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം ഒന്ന് ആലോചിക്കുക. രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്തെല്ലാം കർമ്മങ്ങളിലാണ് നമ്മൾ നിത്യവും ഏർപ്പെടുന്നത്. ഇതുകൂടാതെ ഒരു പുതിയ കർമ്മം കൂടി നമ്മളതിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചാൽ അതുമായും നമ്മൾക്ക് ബന്ധമുണ്ടാകും.
നേരെ മറിച്ച് അത് നാമജപത്തിനോ ഗ്രന്ഥപാരായണത്തിനോ വേണ്ടിയാണെങ്കിലോ മറ്റുള്ളതിൽ നിന്നുള്ള ബന്ധങ്ങളിലെല്ലാം നമ്മൾ വേർപെട്ടു വന്ന് ഇതിലായിരിക്കും നമുക്ക് ആസക്തി. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, നിങ്ങൾ പ്രകൃതിയോടങ്ങനെ ഇണങ്ങി പുരുഷനും പ്രകൃതിയും ചേർന്ന് കെട്ടുപിണഞ്ഞ് കിടക്കുകയാണെങ്കിൽ പ്രകൃതി പുരുഷനെയും പുരുഷൻ പ്രകൃതിയെയും ആകർഷിച്ചു കൊണ്ടിരിക്കും. അതേസമയം ആ ബന്ധങ്ങളെല്ലാം മാറ്റി നിർത്തുക എങ്ങനെയാ? ഭഗവാന്റെ തത്വാലോചന കൊണ്ട് ഭഗവാനെ ഭജിക്കുന്നതിലൂടെ. അത്രയേ ഉള്ളൂ ഇതിൽ പറയുന്നത്. ഗഹനമായ കാര്യങ്ങളാണ് ഈ ദശകത്തിൽ പറയുന്നത്. അതെല്ലാം ലളിതമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുക. ഹരേ കൃഷ്ണ.